نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لو أنزلنا هذا القرآن على جبل لرأيته خاشعا متصدعا من خشية الله. وتلك الأمثال نضربها للناس لعلهم يتفكرون. يا أيها الناس أوصيكم وإياي أولا بتقوى الله. സ്നേഹാധീനരായ സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, രക്ഷിതാക്കളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കൽ അനുസരിച്ചുകൊണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യ പിൻപറ്റിക്കൊണ്ടും ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുക. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം റമദാനാകുന്ന അതിഥിയിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്. അതിൽ 2 തറാവീഹുകളും രണ്ടാമത്തെ നോമ്പിന്റെ പകുതിയുമായി ഓരോ കർമ്മങ്ങളും അള്ളാഹു കബൂൽ ചെയ്യണമെന്ന അതിയായ ആഗ്രഹത്തോടു കൂടിയാണ് നമ്മളെല്ലാം പ്രവർത്തിക്കുന്നത്. അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ഖുതുബകളിൽ റമദാനിന്റെയും നോമ്പിന്റെയും എല്ലാം പോരിശകൾ നമ്മൾ മനസ്സിലാക്കി. എങ്കിൽ ഈ ഒരു റമദാനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത, റമദാനിനെ നോമ്പിന്റെ മാസമായി തെരഞ്ഞെടുക്കാനുള്ള കാരണം അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞ ഒരു വാചകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീൽ ഖുർആൻ. റമദാൻ മാസം എന്ന് പറഞ്ഞാൽ ഖുർആൻ ഇറങ്ങിയ, ഖുർആൻ അവതരിക്കപ്പെട്ട മാസം, ഖുർആനിന്റെ മാസമാണ് ശരിക്കും റമദാൻ എന്ന് പറഞ്ഞാൽ. അത് ഖുർആനിന്റെ മാത്രമല്ല, മുമ്പ് കഴിഞ്ഞുപോയ വേദഗ്രന്ഥങ്ങളുടെ വിഷയത്തിൽ പോലും ആ വേദഗ്രന്ഥങ്ങളും അവതരിക്കപ്പെട്ടത് റമദാനിൽ തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാൻ സാധിക്കും, ഉൻസിലത്ത് സുഹ്ഫ് ഇബ്രാഹിം അലൈഹിസ്സലാം ഫീ അവ്വലി ലൈലത്തിൻ മിൻ റമദാൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമക്ക് അവതരിക്കപ്പെട്ട സുഹഫ്,
ആ ഒരു പേര് നമ്മൾ കേട്ടിട്ടുണ്ടാകും. ആ ഒരു വാക്ക് സുഹ്ഫ് ഇബ്രാഹിം വ മൂസ എന്ന് തുടങ്ങുന്ന ആയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമക്ക് അവതരിക്കപ്പെട്ട സുഹ്ഫ് റമദാനിന്റെ 1ാമത്തെ രാത്രിയിലാണ് അവതരിക്കപ്പെട്ടിട്ടുള്ളത്. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് വഉൻസിലത്തിത് തൗറാത്ത് ലിസിത്തിൻ മദൈന മിൻ റമദാൻ. മൂസാ നബി അലൈഹിസ്സലാമക്ക് അവതരിക്കപ്പെട്ടിട്ടുള്ള തൗറാത്ത് അത് റമദാനിന്റെ 6 ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് അവതരിച്ചത്. വീണ്ടും വൽ ഇൻജീൽ ലി13 ഖലത്ത് മിൻ റമദാൻ. ഈസാ നബി അലൈഹിസ്സലാമക്ക് അവതരിക്കപ്പെട്ടിട്ടുള്ള ഇൻജീലിനെ സംബന്ധിച്ചിടത്തോളം അത് റമദാനിന്റെ 13 രാവുകൾ കഴിഞ്ഞപ്പോഴാണ് അവതരിക്കപ്പെട്ടിട്ടുള്ളത്. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു വഉൻസിലത്തുൽ ഫുർഖാൻ ലി24 ഖലത്ത് മിൻ റമദാൻ. നമ്മളെല്ലാവരും പാരായണം ചെയ്യുന്ന വിശുദ്ധ ഖുർആൻ ആ ഒരു ഫുർഖാനിനെ സംബന്ധിച്ചിടത്തോളം അത് അവതരിക്കപ്പെട്ടിട്ടുള്ളത് റമദാനിന്റെ 24 ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ്. ഇങ്ങനെ എല്ലാ വേദഗ്രന്ഥങ്ങളുടെ കാര്യവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കേവലം ഒരു വേദഗ്രന്ഥത്തിന്റെ അവതരണം എന്ന് പഠിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല, മറിച്ച് റമദാനും ഖുർആനും തമ്മിൽ അഭേദ്യമായ ഒരു ബന്ധമുണ്ട് എന്നുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിക്കുന്നുണ്ട്. ഹദീസുകളിൽ കാണുവാൻ സാധിക്കും, നാളെ പരലോകത്ത് റമദാനിലെ നോമ്പും ഖുർആനും തമ്മിലുള്ള വരവിനെ കുറിച്ച് പറയുന്നു. നാളെ പരലോകത്ത് നോമ്പ് വരിക, ഖുർആൻ വരിക, എന്നിട്ട് അവ രണ്ടും അല്ലാഹുവിനോട് ശഫാഅത്ത് നടത്തുക. കേൾക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. നോമ്പിന് എങ്ങനെയാ സംസാരിക്കാൻ കഴിയുക? എങ്ങനെയാണ് ഖുർആൻ ശുപാർശ പറയുക? എന്നാൽ ആ ലോകം എന്ന് പറഞ്ഞാൽ നാവുകൾക്ക് സീല് വെക്കുന്ന, വായകൾക്ക് സീല് വെക്കുന്ന, കൈകൾ സംസാരിക്കുന്ന, കാലുകൾ സാക്ഷി നിൽക്കുന്നതാണെന്ന് സൂറത്തു യാസീനിലൂടെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എങ്കിൽ ആ ഒരു ദിവസത്തിന്റെ പ്രത്യേകതയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു അസ്സിയാമു വൽ ഖുർആൻ യശ്ഫഅാനിൽ അബ്ദി യൗമൽ ഖിയാമ. നാളെ പരലോകത്ത് നമസ്കാരത്തിന്റെ കാര്യങ്ങൾ നിർവഹിക്കുന്ന വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ നോമ്പിനും പ്രാധാന്യം കൊടുക്കുന്നവരാണ്. ആ നോമ്പിന്റെ വിഷയത്തിൽ അസ്സിയാമു വൽ ഖുർആൻ, നോമ്പും ഖുർആനും യശ്ഫഅാനിൽ അബ്ദി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അതിന്റെ ആളുകൾക്ക് വേണ്ടി ശുപാർശ പറയുന്നതാണ്. എന്നിട്ട് ആ ഒരു സമയത്ത് നോമ്പ് പറയുന്ന വാചകമുണ്ട്, യഖൂലു സിയാം, നോമ്പ് എഴുന്നേറ്റുകൊണ്ട് പറയുകയാണ് യാ റബ്ബ് മനഅതു ത്വആമ വശഹവാതി ബിന്നഹാർ. നോമ്പ് അല്ലാഹുവോട് പറയും, റബ്ബേ അവന്റെ പകലുകളെ അവൻ എനിക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്, അവന്റെ ഭക്ഷണങ്ങൾ നിയന്ത്രിച്ചിട്ടുണ്ട്, അവന്റെ ദേഹങ്ങൾ അവൻ നിയന്ത്രിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എന്റെ ശഫാഅത്ത് അവന് നീ നൽകണമേ എന്ന് നോമ്പ് സംസാരിക്കുന്നതാണ്. ആ സമയത്ത് തന്നെ ഖുർആൻ എഴുന്നേറ്റ് നിൽക്കും. എന്നിട്ട് ഖുർആനിന്റെ വാചകമാണ് യാ റബ്ബ് മനഅതുഹു നൗമ ബില്ലൈൽ ഫശഫിഅനി ഫീ. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഖുർആൻ പറയും, റബ്ബേ അവന്റെ രാത്രികൾ അവൻ എനിക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്, അവന്റെ രാത്രികളിൽ ഉറക്കമൊഴിവാക്കിക്കൊണ്ട് അവൻ ധാരാളമായി കൊണ്ട് ഖുർആൻ പാരായണം ചെയ്തിട്ടുണ്ട്, എന്നെ അവൻ ഓതിയിട്ടുണ്ട്, അതുകൊണ്ട് എന്റെ ശഫാഅത്ത് നീ സ്വീകരിക്കണേ എന്ന് ഖുർആൻ അല്ലാഹുവോട് സംസാരിക്കുക. നോമ്പ് സംസാരിക്കും എന്ന ഭയപ്പാടുള്ളത് കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നോമ്പിന്റെ ഗൗരവം നമ്മളെല്ലാം ഒരു നിലക്ക് പോലും ഒരു ചെറിയ ഒരു പ്രയാസമുണ്ടെങ്കിൽ പോലും നമ്മൾ നോമ്പ് ഒഴിവാക്കില്ല. അത്രയും ഗൗരവം നമ്മൾ കാണിക്കും. എത്ര ദീനില്ലാത്ത ആളാണെങ്കിലും ശരി, നോമ്പ് ഒഴിവാക്കുക എന്നുള്ളത് നമ്മുടെ സമൂഹത്തെ നമുക്കത് കാണാൻ കഴിയുമെങ്കിൽ പ്രിയപ്പെട്ടവരെ ഖുർആൻ പാരായണത്തിന്റെ കാര്യത്തിൽ എന്താ അവസ്ഥ? ഇത് രണ്ടും ഒരേ ഹദീസിനെ പറയുന്നു, ഒറ്റ ഹദീസ്, അസ്സിയാമു വൽ ഖുർആൻ, നോമ്പും ഖുർആൻ, ഇത് രണ്ടും ചേർത്ത് വെച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഖുർആനിന്റെ മാസമാണ് ഈ റമദാനെങ്കിൽ നമ്മൾ എത്രയോ തവണ ഈ മിമ്പറിലും അതല്ലാത്ത ക്ലാസ്സുകളിലും ഒക്കെ കേട്ടിട്ടുണ്ട് ഖുർആൻ പാരായണം ചെയ്യണം, ഖുർആൻ പാരായണം ചെയ്യണം. ഇതൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ട്, അപ്പൊ എനിക്കൊന്ന് തുടങ്ങാൻ, എനിക്കുമെന്ന് ഖുർആൻ പാരായണം ചെയ്യണം, ഖുർആൻ പൂർണ്ണമായി ഒരു തവണയെങ്കിലും ഖത്ം തീർക്കാൻ ഈ ഒരു റമദാൻ കൊണ്ട് എനിക്ക് കഴിയണം. പക്ഷേ ആ ഒരു ബാക്കിയാണ് പല ആളുകൾക്കും പ്രശ്നം. ആഗ്രഹമുണ്ട്, പക്ഷേ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ അവസാനിപ്പിക്കുകയാണ്. എങ്കിൽ പ്രിയപ്പെട്ടവരെ ആ ആഗ്രഹമുള്ളവരോടാണ് എനിക്ക് ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനുള്ളത്. ഖുർആൻ ഓതി തീർക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? എങ്കിൽ ഇൻഷാ അല്ലാഹ് ഇനി പറയാൻ പോകുന്ന 7 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായും ഈ ഒരു റമദാൻ അവസാനിച്ച് പെരുന്നാളിന്റെ 1ാമത്തെ ദിവസം പെരുന്നാളിൽ തക്ബീർ ചൊല്ലിക്കൊണ്ട് ഈദ്ഗാഹിലേക്ക് പോകുമ്പോൾ ഈ കാലം വരെ
പോയതല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത ഒരു സന്തോഷം, വല്ലാത്ത ഒരു ആഹ്ലാദം ഖുർആനിന്റെ വിഷയത്തിൽ. ഞാനിതാ ഖുർആൻ ഓതി തീർത്തിട്ടുണ്ട്. എന്റെ ജീവിതത്തിൽ ഈ 50-ാമത്തെ വയസ്സിൽ, 40-ാമത്തെ വയസ്സിൽ, 30-ാമത്തെ വയസ്സിൽ എനിക്ക് ഓതി തീർക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയും. എങ്കിൽ എന്താണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ചെയ്യേണ്ടത്? അത് ഒന്നാമത്തെ വിഷയം തന്നെ, നമ്മൾ ഈ ഓതുന്ന ഖുർആൻ അതിനെക്കുറിച്ചുള്ള ഒരു ധാരണ നമുക്ക് ഉണ്ടാക്കുന്നത്. എന്താണ് ഈ ഖുർആൻ പറഞ്ഞത്? അത് കേവലം മറ്റുള്ള ഒരു പുസ്തകം പോലെ അല്ലല്ലോ. നമ്മുടെ പള്ളിയിൽ ഒരുപാട് പുസ്തകങ്ങളുണ്ട്. അതിന്റെ കൂട്ടത്തിൽ ഖുർആൻ വെക്കുമ്പോൾ എല്ലാം ഒരേപോലെ അല്ല, വ്യത്യാസം. ഒന്ന് അല്ലാഹുവിന്റെ വേദഗ്രന്ഥമാണെങ്കിൽ മറ്റൊന്ന് മനുഷ്യന്മാരുണ്ടാക്കിയത്, മനുഷ്യന്മാരുടേതാണ്. എങ്കിൽ പ്രിയപ്പെട്ടവരെ, ഖുർആനിന്റെ വിഷയത്തിൽ ഏറ്റവും ആഴത്തിൽ നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കണം. അതിലൊന്ന്, ഖുർആൻ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താണ്? ഖുർആൻ എന്ന വാക്കിന്റെ അർത്ഥം വായന, അല്ലെങ്കിൽ പാരായണം ചെയ്യപ്പെടുന്നത്, വായിക്കപ്പെടുന്നത് എന്നൊക്കെയാണ്. സബൂറിനെ കുറിച്ച് പറയുമ്പോഴും ഇതേ പ്രയോഗം നമുക്കാണ് മനസ്സിലാക്കും, വായിക്കപ്പെടുന്നത്, പാരായണം ചെയ്യപ്പെടുന്നത്. എങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീട്ടിലുള്ള ഖുർആൻ അങ്ങനെ പാരായണം ചെയ്യപ്പെടുന്നതാണോ? ഒരു പക്ഷേ ഖുർആനിനെ വിമർശിച്ചുകൊണ്ട് പല ആളുകളും സംസാരിക്കാറുണ്ട്. ഒരുപാട് ആളുകൾ പരാതികളുമായി കൊണ്ട് സുപ്രീം കോടതി വരെ പോവുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ ഇന്ത്യയിൽ ഖുർആനിന്റെ ആയത്തുകൾ തിരുത്തണമെന്ന് പറഞ്ഞിട്ട് ഈ കഴിഞ്ഞ ആഴ്ചകളിൽ അല്ലെങ്കിൽ മാസങ്ങളിൽ നമ്മൾ കണ്ടു, ഖുർആനിന്റെ പേജ് കീറിക്കൊണ്ട് വായിലേക്കിട്ട് ചവച്ച ആളുകളുടെ മുന്നിലേക്ക് തുപ്പിക്കിടന്ന വാർത്തകൾ നമ്മൾ കാണുകയുണ്ടായി. ഒരു പക്ഷേ മുസ്ലിം എന്ന നിലയ്ക്ക് വൈകാരികമാകും. എന്നാൽ അവിടെ ഒരു കാര്യം നമ്മൾ ആലോചിക്കേണ്ടത്, ഇത്രയേറെ ഖുർആനെതിരെ ആളുകൾ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവർക്കെതിരെ ഒരു വാക്ക് നമ്മൾ ഉച്ചരിക്കണമെങ്കിൽ, അവരുടെ മുന്നിൽ പോയി ഒന്ന് നിവർന്നു നിന്ന് സംസാരിക്കണമെങ്കിൽ ആദ്യം നമ്മളും ഖുർആനും തമ്മിൽ എന്താ ബന്ധം? അയാൾ തിരിച്ചിങ്ങോട്ട് ചോദിച്ചാൽ പോലെ, അയാൾ തിരിച്ച് നമ്മളോട് ഇങ്ങോട്ട് ചോദിക്കുക, നിങ്ങളും ഖുർആനും തമ്മിൽ എന്താ ബന്ധം? എന്താ നമുക്ക് മറുപടി ഉള്ളത്? എന്റെ വീട്ടിൽ ഖുർആൻ ഉണ്ട്, എന്റെ മക്കൾ ഖുർആൻ പഠിക്കുന്നുണ്ടെന്നാണ്, എന്റെ ഭാര്യ ഖുർആൻ ക്ലാസ്സിലേക്ക് പോകുന്നുണ്ടെന്നാണ്. അല്ല, ഞാനും ഖുർആനും തമ്മിൽ വലിയ ബന്ധമുണ്ട്. ഞാൻ എന്റെ ജീവിതത്തിൽ ഇത്ര തവണ ഖുർആൻ ഓതിയിട്ടുണ്ട്. ഞാൻ ഇപ്പോഴും എല്ലാ ദിവസവും ഖുർആൻ പാരായണം ചെയ്യുന്നുണ്ട്. അത് പ്രിയപ്പെട്ടവരെ നമുക്ക് പറയാൻ കഴിയണം, നമ്മുടെ മുൻഗാമികൾക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ ഖുർആനിന്റെ ആളുകളായിരുന്നു. നിങ്ങൾക്കറിയുമോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിന്റെ ആയത്ത് ആദ്യം ഓതി കൊടുത്തത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണെങ്കിൽ, ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ച് ഖുർആനിന്റെ ആളായിട്ട് ജീവിക്കണം. അത് കേവലം ഒരു വാക്കല്ല. അദ്ദേഹത്തിന്റെ വീടിന്റെ സമീപത്ത് തന്നെ അദ്ദേഹം ചെറിയ ഒരു പള്ളി പോലെ കെട്ടിയിട്ടുണ്ടാക്കിയിരുന്നു. എന്നിട്ട് അവിടെ ഇരുന്നു കൊണ്ട് അദ്ദേഹം ഖുർആൻ ഓതും. ഹദീസുകളിൽ കാണാൻ പറ്റും, അദ്ദേഹത്തിന്റെ ഖിറാഅത്ത് കേൾക്കാൻ, ഖുർആൻ പാരായണം കേൾക്കാൻ ആളുകൾ ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കും. അതിൽ സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്. അവരെല്ലാം അത്ഭുതത്തോടു കൂടി അത് കേട്ടു നിൽക്കുമ്പോ അവസാനം അവിടുത്തെ നേതാക്കന്മാരായ ആളുകൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ അടുക്കൽ വന്ന് പരാതി പറഞ്ഞു, അബൂബക്കർ, നിങ്ങൾ നിർത്തണം, നിങ്ങൾ ഖുർആൻ ഓതാൻ പാടില്ല. നിങ്ങൾ ഓതുന്നത് കൊണ്ടാണ് ഈ സ്ത്രീകളെല്ലാം വഴിതെറ്റുന്നത്. നിങ്ങൾ ഖുർആൻ വായിക്കാൻ പാടില്ല. കുട്ടികൾ ഇങ്ങനെ വഴിതെറ്റി പോകുന്നുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ഭീഷണിപ്പെടുത്തുന്ന അവസ്ഥ വരികയുണ്ടായി. പ്രിയപ്പെട്ടവരെ, അദ്ദേഹം ഒരു ദിവസം ഓതിയിട്ട് അവസാനിപ്പിക്കല്ല, നിരന്തരമായി പാരായണിച്ചു. അത് അദ്ദേഹത്തിന്റെ ജീവിതത്തിന് സ്വാധീനിക്കുന്നതായിരുന്നു. കേവലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിന് മാത്രമല്ല, നമ്മുടെ രണ്ടാമത്തെ നേതാവാണല്ലോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമ്മൾ പരിശോധിക്കും. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഖലീഫയായിരിക്കുമ്പോൾ അദ്ദേഹം ഇമാമ നിൽക്കുന്ന സമയത്ത് പലപ്പോഴും അദ്ദേഹം പാരായണം ചെയ്യാറുണ്ടായിരുന്നത് സൂറത്തു യൂസുഫ് ആയിരുന്നു. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പഠിപ്പിക്കുന്ന, അതിൽ യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെയും യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെയും ജീവിതത്തിൽ ഒരുപാട് ഭാഗങ്ങളുണ്ട്. അതിൽ ഒരായത്ത് അതിങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു വീണ്ടും ഓതി കരയാറുണ്ട്. ചരിത്രത്തിൽ കാണാൻ പറ്റും. യാക്കൂബ് നബി അലൈഹിസ്സലാം തന്റെ മകനായ യൂസുഫ് നബി അലൈഹിസ്സലാം നഷ്ടപ്പെട്ടിട്ട് അതിൽ വിഷമത്തോട് കൂടി നിന്നുകൊണ്ട് അല്ലാഹുവോട് പറയുന്ന ഒരു വാചകമുണ്ട്, ഖാല ഇന്നമാ അശ്കൂ ബത്തി വഹുസ്നി ഇലല്ലാഹ്. അല്ലാഹുവിനെ വിളിച്ചുകൊണ്ട് പറയാണ്, എന്റെ വേവലാതിയും എന്റെ ആവലാതിയും എന്റെ വിമർശനം എല്ലാം ഞാൻ എന്റെ റബ്ബിനോട് അവതരിപ്പിക്കും. ഇത് യാക്കൂബ് നബി അലൈഹിസ്സലാം പറയുമ്പോൾ അദ്ദേഹം കരഞ്ഞുകൊണ്ടാണ് ആ ഒരു വാചകം പറഞ്ഞിട്ടുള്ളതെങ്കിൽ, അതേ വാക്ക് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ നിസ്കരിക്കുമ്പോൾ ഇമാമത്ത് നിന്ന് ചൊല്ലി കരയുന്ന ഒരു തവണയല്ല,
2 തവണയല്ല, ഒരുപാട് തവണ. പണ്ഡിതന്മാരെ വിശദീകരിക്കാം. സ്വഹാബത്ത് പറയണം, അതിങ്ങനെ അദ്ദേഹം ഓതിക്കഴിഞ്ഞാൽ ഉമറിന്റെ കരച്ചിൽ ഞങ്ങൾ കേൾക്കും. ആ വാചകം നോക്ക്. എന്റെ എന്ത് പ്രശ്നവും ഞാൻ എന്റെ റബ്ബിനോടാ പറയുന്നത്. എന്റെ എല്ലാ പ്രശ്നവും പരിഹരിക്കാൻ എന്റെ റബ്ബിന് കഴിയും. ആ ഒരു വാക്ക് അറിഞ്ഞ ഒരു വ്യക്തിക്ക് അല്ലാഹു അല്ലാത്തവരിലേക്ക് കൈകൾ ഉയർത്താൻ കഴിയും. ആ വാക്കറിഞ്ഞ ഖുർആനിന്റെ ആയത്ത് മനസ്സിലാക്കിയ ഒരാൾക്ക് അല്ലാഹു അല്ലാത്തവരുടെ അടുക്കലേക്ക് തന്റെ പ്രയാസങ്ങൾ പറയാൻ കഴിയും. എന്ത് പ്രശ്നം എന്റെ റബ്ബിനോട് എന്ന് പറയും. ഞാൻ അല്ലാഹുവിലേക്ക് എന്റെ പ്രയാസങ്ങളും വ്യസനങ്ങളും ഒക്കെ മാറ്റുന്നു. എങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇത് കേവലം സ്വഹാബത്തിന്റെ ജീവിതത്തിൽ മാത്രമല്ല, നമ്മുടെ ഇമാമുമാരുടെ ചരിത്രം വായിക്കാം. കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ശാഫിഈ മദ്ഹബിന്റെ ആളുകളാണല്ലോ. എങ്കിൽ ആ ശാഫിഈ മദ്ഹബിന്റെ നേതാവായ ഇമാം മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തിന്റെ ജീവിതം നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒറ്റ റമദാനിൽ ഇമാം ഷാഫി ഓതി തീർക്കുക 60 തവണയാണ് ഖത്തം തീർക്കുക. 60 പേജല്ല, 600 പേജുള്ള ഖുർആൻ 60 തവണ, അഥവാ ഒരൊറ്റ ദിവസം 2 തവണ ഖത്തം തീർക്കും. നമുക്ക് ചിലപ്പോൾ അത്ഭുതം തോന്നും, എങ്ങനെ അതൊക്കെ കഴിയും? നമുക്ക് 2 പേജ് തീർക്കാൻ കഴിയുന്നില്ല. എങ്കിൽ മനസ്സിലാക്കിക്കോ, അവരൊക്കെ 10 വയസ്സാകുന്നതിന് മുമ്പേ ഖുർആൻ മനഃപ്പാഠമാക്കിയവരാണ്. അവർ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും എല്ലാം ഖുർആൻ അവരുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ അവർക്ക് കഴിയും. ധാരാളമായി ഖുർആൻ ഓതിയിരുന്നവരാണ് അവർ. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു 10, 15, 16 മണിക്കൂർ ഖുർആനിലേക്ക് മാറ്റുക എന്നുള്ളത് നമുക്ക് പ്രയാസമില്ല. കാരണം അവർക്ക് ഖുർആനോട് ബന്ധം കഴിയും. പ്രിയപ്പെട്ടവർ, അവിടെയാണ് നമ്മളൊക്കെ ഒന്ന് ആലോചിച്ചു നോക്കേണ്ടത്. അവരൊക്കെ കയറിയ ഈ പറയപ്പെട്ട ഇമാമുമാരും നേതാക്കന്മാരും സ്വഹാബികളും ഒക്കെ കയറിയ ഖുർആൻ സ്വർഗത്തിലേക്കാണ് നമ്മളൊക്കെ കയറുന്നത്. അവരൊക്കെ ധാരാളമായിട്ട് ഖുർആൻ. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ആ ഖുർആനുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് ഇവിടെ മനസ്സിലാക്കുക. ഇനി രണ്ടാമത്തെ വിഷയം, ഖുർആൻ ഓതി തീർക്കണമെന്ന് ആഗ്രഹിക്കുന്നവരോടാണ് പറയാനുള്ളത്. എന്തിനാണ് ഞാൻ ഖുർആൻ? ഞാൻ ഖുർആൻ കേൾക്കുന്നത് എന്തിനാണ്? ഞാൻ ഖുർആൻ പഠിക്കുന്നത്? ആ ഒരു ചോദ്യത്തിന്റെ മറുപടി നമ്മൾ മനസ്സിലാക്കുക. എന്തിനാ ഖുർആൻ എന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ മറുപടി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഖുർആൻ നമുക്ക് വേണ്ടി ശുപാർശ പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ഇഖ്റഉൽ ഖുർആൻ ഫഇന്നഹു യഅതി യൗമൽ ഖിയാമ ശഫീഅൻ ലിഅസ്ഹാബിഹി. നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യണേ. നാളെ പരലോകത്ത് ആ ഖുർആൻ ആരാണോ പാരായണം ചെയ്തിട്ടുള്ളത് അവന് വേണ്ടി ശുപാർശ നടത്തുന്നതാണ്. ഖുർആൻ നമുക്ക് വേണ്ടി ശുപാർശ പറയണോ? നമ്മൾ ഖുർആൻ പാരായണം ചെയ്തിട്ടുണ്ടാവണം. ഖുർആൻ വീട്ടിൽ എടുത്ത് വെച്ചിട്ട് കാര്യമില്ല, പള്ളിയിൽ വെച്ചിട്ട് കാര്യമില്ല, ഖുർആനിന് വേണ്ടി പണം മുടക്കുന്നതുകൊണ്ട് കാര്യമില്ല. ഖുർആൻ പാരായണം ചെയ്യുന്ന ആളായി മാറണം. എത്രത്തോളം എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിന്റെ ഓരോ അക്ഷരത്തിനും എണ്ണി പറഞ്ഞ പ്രതിഫലം മതി. നമുക്ക് എത്ര മണിക്കൂർ ഖുർആൻ ഓതിയാലും മടുപ്പ് വരാതിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരാൾ ഖുർആനിന്റെ ഒരു അക്ഷരം പാരായണം ചെയ്താൽ, ഒരൊറ്റ അക്ഷരം പാരായണം ചെയ്താൽ, മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാഹ്, അല്ലാഹുവിന്റെ ഗ്രന്ഥത്തിലെ ഒരൊറ്റ അക്ഷരം ഒരാൾ പാരായണം ചെയ്താൽ അല്ലാഹു അയാൾക്ക് 10 പ്രതിഫലം കൊടുക്കും. 10 പ്രതിഫലം ഒറ്റ അക്ഷരത്തിൽ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലാ അഖൂലു അലിഫ് ലാം മീൻ ഹർഫുൻ വാഹിദ്. അലിഫ് ലാം മീൻ എന്നുള്ളത് ഒരു ഹർഫാണെന്ന് ഞാൻ പറയുന്നു. അലിഫുൻ ഹർഫുൻ വലാമുൻ ഹർഫുൻ വമീമുൻ ഹർഫുൻ. അലിഫ് ഒരു ഹർഫാണ്, ലാം ഒരു ഹർഫാണ്, മീം ഒരു ഹർഫാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അലിഫ് ലാം മീൻ എന്നൊരാൾ പറഞ്ഞാൽ അയാൾക്ക് 30 പ്രതിഫലം. അപ്പൊ പ്രിയപ്പെട്ടവരെ, സൂറത്തുൽ ഫാത്തിഹ ചൊല്ലിയാൽ എത്ര പ്രതിഫലം? ഏറ്റവും വലിയ അധ്യായമായ സൂറത്തുൽ ബഖറ പാരായണം ചെയ്താൽ എത്രായിരം പ്രതിഫലം നമുക്ക് കിട്ടും. വേണ്ടേ പ്രിയപ്പെട്ടവരെ? നമ്മുടെ മുൻഗാമികൾ ആ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മളും ഇറങ്ങേണ്ടതുണ്ട്. ഇനി നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ആളുകളെ പ്രത്യേകം വിളിച്ചുകൊണ്ട് അവരെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിച്ച് സ്വർഗത്തിലെ ഏറ്റവും ഉന്നതമായ ഭാഗത്തേക്ക് കയറാൻ വേണ്ടി പറയും. നമ്മളൊക്കെ ആഗ്രഹിക്കണില്ലേ? നമ്മളൊക്കെ പരലോകത്ത് നമ്മളെ വിളിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് കയറിക്കോ എന്ന് പറയണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അല്ലാഹു നമുക്കെല്ലാം സ്വർഗം നൽകുമാറാവട്ടെ. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ ഒരു ഹദീസ് നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ സ്വർഗത്തിൽ കയറുകയാണെങ്കിൽ തന്നെ എവിടെ ഉണ്ടാകുന്ന ആലോചിച്ചു. ഒരു വാചകം, നാളെ പരലോകത്തിൽ ഖുർആൻ പാരായണം ചെയ്യുന്ന ആളെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിക്കും. എല്ലാവരും വിളിക്കും. ആ കൂട്ടത്തിൽ ഖുർആൻ പാരായണം ചെയ്യുന്നവരെ വിളിക്കും. എന്നിട്ട് അയാളോട് പറയും, നീ ഖുർആൻ ഓതിയിട്ട് നീ ദുനിയാവിൽ എങ്ങനെയാണോ സാവധാനത്തിൽ ഓതിയിരുന്നത്
അതേപോലെ ഇങ്ങനെ കയറി കയറി സ്വർഗത്തിന്റെ ഉന്നതിയിലേക്ക് കയറിക്കും. ഖുർആൻ പാരായണം ചെയ്ത ആളുകൾക്ക് മാത്രം കിട്ടുന്ന ഒരു കഴിവ്, മനഃപ്പാഠമാക്കിയ ആളുകൾക്ക് കിട്ടുന്ന ഒരു കഴിവ്. അവരോടാ പറയുന്നത്, നീ ദുനിയാവിൽ എങ്ങനെയാണോ ഓതിയിരുന്നത് അതേപോലെ ഓതിയിട്ട് കയറിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മളിങ്ങനെ ആലോചിക്കും, നമ്മുടെ കയ്യിൽ ഇപ്പോഴും ഖുർആൻ തന്നിട്ട്, കാണാതെ വേണ്ട, കണ്ടിട്ട് തന്നെ നമ്മുടെ കയ്യിൽ ഖുർആൻ തന്നിട്ട് നമ്മൾ ഓതി എന്ന് പറഞ്ഞാൽ എത്ര ആളുകൾക്ക് പറയാൻ കഴിയും? ഒരു തെറ്റ് കൂടാതെ ഓതാൻ കഴിയും. എന്താണ് സുഹൃത്തെ, നമ്മൾ ഇങ്ങനത്തെ പറയാം? ആരോടെ പറയാം? അള്ളാഹുവോട് പറയാൻ കഴിയും? നമ്മളിപ്പോ ഇന്ന് പറയുന്ന ന്യായങ്ങളൊക്കെ അള്ളാഹിന്റെ മുന്നിൽ പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ്? ഇങ്ങനെ ഒരു രംഗമുണ്ട് എന്നുള്ളത് ഒരിക്കൽ പോലും കളവ് പറയാത്ത മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളോട് മനഃപ്പാഠമുള്ള ആയത്തുകൾ ചെല്ലാൻ വേണ്ടി പറഞ്ഞാൽ, നമ്മൾ മദ്രസയിൽ 2ാം ക്ലാസ്സോ 3ാം ക്ലാസ്സോ അന്ന് പഠിക്കുന്ന സമയത്ത് എത്രയാണോ നമുക്ക്, ഒരു പക്ഷേ എന്ന് തുടങ്ങുന്ന സൂറത്തിന്റെ താഴേക്കായിരിക്കും, അത് തന്നെ വളരെ ചുരുക്കം ആളുകൾക്ക് ഓർമ്മണ്ടാകും. അന്ന് നമ്മൾ മദ്രസ പഠിച്ചതിന്റെ എപ്പോഴും അതിനപ്പുറത്തേക്ക് ഒരു ആയത്തെ നമ്മൾ പഠിച്ചിട്ടില്ല. അത് കഴിഞ്ഞിട്ട് എന്തെല്ലാം കോഴ്സുകൾ നമ്മൾ പഠിച്ചു, എന്തെല്ലാം ദുനിയാവിന്റെ വിഷയങ്ങൾ നമ്മൾ മനസ്സിലാക്കി, എത്രത്തോളം നമ്മൾ പഠനത്തിന് വേണ്ടി സമയം ചെലവഴിച്ചു. പക്ഷേ ഖുർആനിന്റെ വിഷയത്തിൽ അങ്ങനെ ഒരു മാറ്റം നമ്മളിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കാം. ഇനി പ്രിയപ്പെട്ടവരെ, ഖുർആൻ ഓതുന്ന ആളുകൾക്ക് സഖീന, അവർക്ക് സമാധാനകരം എന്നുള്ളതാണ് പറയുന്നത്. മഹാനായ ഉസൈദ് ബിൻ ഹുദൈർ റളിയല്ലാഹു അൻഹു നല്ല ഖിറാഅത്ത് ഓതാൻ കഴിയുന്ന, നല്ല ഖുർആൻ ഓതാൻ കഴിയുന്ന ആളായിരുന്നു. ആ ഉസൈദ് ബിൻ ഹുദൈർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ രാത്രി സമയത്ത് നമസ്കരിക്കാൻ വേണ്ടി വന്നു. അദ്ദേഹത്തിന്റെ മകനായ യഹ്യ, ചെറിയ കുട്ടിയാണ്, ആ കുട്ടി അപ്പുറത്ത് കിടക്കുന്നുണ്ട്. ഉസൈദ് ബിൻ ഹുദൈർ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ ഇങ്ങനെ സൂറത്തുൽ ബഖറ ഇങ്ങനെ പാരായണം ചെയ്യുന്നു. ഞാൻ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കെ എന്റെ വീട്ടിലുള്ള കുതിര ഇങ്ങനെ വല്ലാതെ ചാടാൻ തുടങ്ങി. ഞാൻ അവന്റെ ഓത്ത് നിർത്തി. ആ കുതിരയുടെ ചാട്ടം നിന്നു. വീണ്ടും ഞാൻ ഖുർആൻ ഓതാൻ തുടങ്ങി. അപ്പൊ വീണ്ടും ഖുർആൻ, ആ ഒരു കുതിര ഇങ്ങനെ ചാട്ടം തുടങ്ങി. വീണ്ടും ഞാൻ ഖുർആൻ അവസാനിപ്പിച്ചു. അപ്പോൾ പിന്നീട് ഞാൻ നിസ്കാരം കഴിഞ്ഞ് ഇങ്ങനെ നോക്കുമ്പോൾ എന്റെ വീട് മുഴുവനായിട്ട് കവർ ചെയ്യപ്പെട്ടതുപോലെ, ഞാൻ ആകാശത്തേക്ക് നോക്കുന്ന സമയത്ത് എനിക്ക് ആകാശം കാണാൻ കഴിയുന്നില്ല, എന്തോ ഒന്ന് ഇരുട്ട് കൂടിയതുപോലെ എനിക്ക് തോന്നി. ഞാൻ വല്ലാതെ ഭയപ്പെട്ടു. പിറ്റേ ദിവസം ഉസൈദ് ബിൻ ഹുദൈർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ചെന്നിട്ട് ഈ ഉണ്ടായ സംഭവങ്ങൾ പറയും. ഇത് കേട്ടതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇഖ്റ ഇബ്നു ഹുദൈർ, ഇബ്നു ഹുദൈർ നീ പാരായണം ചെയ്യണം, നീ പാരായണം ചെയ്യും. അദ്ദേഹം പറയാണ്, പ്രവാചകൻ, ഞാൻ അപ്പം നിർത്താനുള്ള കാരണം എന്റെ കുതിര ഇങ്ങനെ ചാടുമ്പോ അതിന്റെ കുട്ടിനെ ഉപദ്രവിക്കുമോ എന്നൊരിക്കൽ പേടിണ്ടായി. എന്റെ മോൻ അവിടെ കിടക്കാൻ, അതുകൊണ്ടാണ് ഞാൻ നിർത്തിയത്. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സയ്യിദ്, ആ വന്നത് എന്താണെന്ന് അറിയോ? അദ്ദേഹം പറഞ്ഞു, അല്ലാഹു റസൂലുള്ളാഹി, അല്ലാഹു റസൂലിനെ മാത്രമേ. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, തിൽക്കൽ മലായിക, അത് മലക്കുകളായിരുന്നു. ദലത്തിൽ സൗതിക് വലൗ ഖറഅത ലഅസ്ബഹത് യൻദുറു الناس ഇലൈഹാ. ഉസൈദ് ബിൻ ഹുദൈറിനോട് പറയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത് മലക്കുകളാണ്. നിങ്ങൾ ഇങ്ങനെ ഖുർആൻ പാരായണം ചെയ്തപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വന്നതാണ്. നിങ്ങളത് സുബഹ് വരെ കൊണ്ടുപോവുകയാണെങ്കിൽ ആളുകൾക്ക് ഇങ്ങനെ കാണാൻ പറ്റുന്ന രൂപത്തിൽ അവരെ കാണാൻ കഴിയുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകൾക്ക് മലക്കുകളുടെ സാമീപ്യം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകൾ, ഇതെല്ലാം ഉണ്ട് എന്നുള്ളതാണ് ദീൻ നമ്മെ പഠിപ്പിക്കുന്നത്. ഇനി മൂന്നാമത്തെ വിഷയം, എങ്ങനെയാണ് നമ്മൾ ഖുർആൻ വായിക്കുക, എങ്ങനെ വായിച്ചാലാണ് നമുക്ക് തീർക്കാൻ കഴിയുക? ഈ സംശയങ്ങളുള്ളവരോടാണ് ആദ്യമായിട്ട് ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മൾ കേവലം ഇങ്ങനെ മൂടിക്കൊണ്ടു പോകേണ്ട ഒന്നല്ല ഖുർആൻ. ചില ആളുകൾ ഉണ്ടാവും ഇങ്ങനെ വിരൽ വെച്ചുകൊണ്ട് ഇങ്ങനെ കൊണ്ടും, അങ്ങനെ മൂടിക്കൊണ്ടു പോകേണ്ടതല്ല, മനസ്സിലാക്കി പോകേണ്ടത്. കാരണം ഖുർആൻ എന്നുള്ളത് മനസ്സകങ്ങളിലേക്ക് ഇറക്കപ്പെട്ടത് കൊണ്ടാണ് പല ആളുകൾക്കും മാറ്റം ഉണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഖുർആനിന്റെ വിഷയത്തിൽ പറഞ്ഞു, ഈ ഖുർആൻ എങ്ങാനും ഒരു മലയിൽ അവതരിക്കുകയാണെങ്കിൽ ആ മല ഛിന്ന ഭിന്നമായി പോകുമായിരുന്നു. വിശുദ്ധ ഖുർആനിന്റെ ആയത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തുഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശ്യത്തില്ലാഹ്. ലൗ അൻസൽനാ ഹാദൽ ഖുർആൻ, ഈ ഖുർആൻ എങ്ങാനും അവതരിക്കുകയാണെങ്കിൽ, ഇറങ്ങുകയാണെങ്കിൽ, അലാ ജബലിൻ, ഒരു പർവതത്തിന്റെ മുകളിൽ ഇറങ്ങുകയാണെങ്കിൽ, ലറഅയ്തുഹു, നിനക്കതിനെ കാണാൻ കഴിയും, ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശ്യത്തില്ലാഹ്, ആ ഒരു പർവതം ഭയം കൊണ്ട് അതിങ്ങനെ കിടുങ്ങിപ്പോകുന്നതായിട്ട്, പേടി കൊണ്ട് കിടുങ്ങിപ്പോകുന്നതായിട്ട്
നിനക്ക് കാണാൻ കഴിയുമായി. ആ പർവ്വതം അത്രത്തോളം ഉറപ്പുള്ളതായിട്ട് കൂടി ഖുർആനിന്റെ ആയത്തുകൾ അതിനെ സ്വാധീനിക്കുമെങ്കിൽ പ്രിയപ്പെട്ടവരെ, ആ ഒരു സ്വാധീനം തന്നെയാണ് മുൻഗാമികളിൽ ഉണ്ടായത്. ആ ഒരു സ്വാധീനം തന്നെ ഊരിപ്പിടിച്ച വാളുമായിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വരികയാണ്. എന്തിനാ വരുന്നത്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലയിറക്കാൻ. നമ്മൾ ഒരുപാട് വട്ടം ആ ചരിത്രം കേട്ടിട്ടുണ്ട്. എന്നാൽ പിന്നീട് ഖുർആനിന്റെ ആയത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ മാറ്റിയെന്ന് മാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഖുർആനിന്റെ ആയത്തുകൾ അദ്ദേഹത്തിന് വല്ലാതെ മാറ്റം വരുത്തി. ഒരു ചരിത്രം കൂടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തട്ടെ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖലീഫയായിരിക്കുന്ന സമയം അദ്ദേഹം രാത്രി സമയങ്ങളിൽ ഇങ്ങനെ ഇറങ്ങും. തന്റെ ഭരണീയരായ ആരെങ്കിലും പ്രയാസപ്പെടുന്നുണ്ടോ എന്ന് അന്വേഷിച്ചു. ഒരു ദിവസം അദ്ദേഹം രാത്രി ഇങ്ങനെ ഇറങ്ങുന്ന സമയത്ത് ഒരു വീട്ടിൽ നിന്ന് ഖുർആൻ പാരായണം, ഒരാൾ തഹജ്ജുദ് നമസ്കരിച്ച് ഖുർആൻ ഓതുന്നതായിട്ട് നല്ല സുന്ദരമായ ഖിറാഅത്തായതുകൊണ്ട് തന്നെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അതിന്റെ അടുത്തേക്ക് ചെല്ലുന്ന സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു ഖുർആനിലെ ആയത്തുകളെ കേൾക്കാൻ ഹദീസിൽ കാണാൻ പറ്റുന്നു. ഉമർ റളിയല്ലാഹു അൻഹു കുറച്ചു നേരം ഇങ്ങനെ കേട്ടുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലുകൾ വിറക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ ശരീരം തളരാൻ തുടങ്ങി. അദ്ദേഹം അവിടെ വെച്ചുകൊണ്ട് ബോധം കെട്ടുപോകും. ഉമർ റളിയല്ലാഹു അൻഹു ബോധം തിരിച്ചു കിട്ടിയതും നേരെ വീട്ടിലേക്ക് ഓടിച്ചിരിക്കുകയാണ്. ചരിത്രത്തിൽ കാണാൻ പറ്റും, ആ ഒരൊറ്റ രാത്രി കൊണ്ട് ദിവസങ്ങളോളം ഉമർ റളിയല്ലാഹു അൻഹു രോഗിയായി മാറി. എന്താണ് പ്രിയപ്പെട്ടവരെ ഉമറിനെ രോഗിയാക്കിയ ആയത്ത് എന്നറിയും? വിശുദ്ധ ഖുർആനിലെ 2 ആയത്തുകളാണ് ഉമറിനെ മാറ്റിയത്. ഉമറിന്റെ ബോധം നഷ്ടപ്പെടാൻ മാത്രം രോഗാവസ്ഥയിലേക്ക് എത്തപ്പെട്ടത് 2 ആയത്തുകൾ. ആ ആയത്തുകൾ എപ്പോഴും ഉണ്ട്. ഏതാണ് ആയത്ത് എന്നറിയോ? ഇന്ന അദാബ റബ്ബിക ലവാഖിഅ, ഇന്ന അദാബ റബ്ബിക ലവാഖിഅ മാ ലഹു മിൻ ദാഫിഅ. തീർച്ചയായും നിന്റെ രക്ഷിതാവിന്റെ ശിക്ഷ അത് സംഭവിക്കുന്നത് തന്നെയാണ്. അതിൽ നിന്ന് ഒരാളും തന്നെ തടയപ്പെടുന്നതല്ല, രക്ഷപ്പെടുന്നതല്ല. ഒരാൾക്കും അതിൽ നിന്ന് രക്ഷ കിട്ടുന്നതല്ല. ഈ ഒരു ആയത്ത്, 2 ആയത്തുകൾ ഉമറിനെ സ്വാധീനിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓതുന്നുണ്ട്, കാലങ്ങളായിട്ട് ഈ ആയത്തുകൾ ഓതുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ടോ? നമ്മൾ പരിശോധിക്കണം. അവരൊക്കെ ഖുർആനിന്റെ ആളുകളായി വെറുതെ ജീവിക്കുകയല്ല, മറിച്ച് ഖുർആൻ അതിലൂടെ ഒരുപാട് പുണ്യമുണ്ട് എന്ന് തന്നെയാണ് അവർ മനസ്സിലാക്കിയത്. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, ഖുർആനുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട 4ാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഖുർആൻ വായിക്കുന്നതിന് മാത്രമല്ല കേൾക്കുന്നതിന് പുണ്യമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വിളിച്ചുകൊണ്ട് പറയാണ്, ഇബ്നു മസ്ഊദ്, നിങ്ങൾ എനിക്ക് വേണ്ടി ഖുർആൻ ഓതിത്തരണം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ നിങ്ങൾക്കല്ലേ ഖുർആൻ ഓതിയിരിക്കുന്നത്, പിന്നെ ഞാൻ എന്തിനാ ഓതിത്തരേണ്ട ആവശ്യം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഓതുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓതാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ അദ്ദേഹം വിശുദ്ധ ഖുർആനിന്റെ ആയത്ത് സൂറത്തു നിസാ, ആ നിസായിലെ 41ാമത്തെ ആയത്തെത്തി. ആ ആയത്ത് ഇങ്ങനെ പാരായണം ചെയ്യുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ചു. എന്നിട്ട് പറഞ്ഞു കൊടുത്തു. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2 കണ്ണും നിറഞ്ഞൊഴുകുകയായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കരയാം. എന്താണ് ആയത്ത് എന്നറിയും? فكيف إذا جئنا من كل أمة بشهيد وجئنا بك على هؤلاء شهيدا. നാളെ പരലോകത്ത് ആളുകൾ വന്നുകൊണ്ട് അവർ സാക്ഷി നിൽക്കുന്നതിനെ കുറിച്ച്, ഓരോ സമൂഹത്തിന്റെയും സാക്ഷിയായി പ്രവാചകന്മാർ നിൽക്കുന്നതിനെ കുറിച്ച്, പ്രവാചകരെ, ഈ ഉമ്മത്തിന്റെ സാക്ഷിയായി നിങ്ങളും നിൽക്കേണ്ടതല്ലേ? ഈ ഒരു ആശയമാണ് അതിലുള്ളത്. നാളെ പരലോകത്ത് ഈ ഉമ്മത്തിന്റെ സാക്ഷിയായി നിൽക്കേണ്ട കാര്യം ആലോചിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒക്കെ വിളിച്ചത്. സത്യത്തിൽ ആരാണ് പ്രതികളാണ്? ഒരു കേസിന്റെ വിഷയത്തിൽ പ്രതികളും സാക്ഷികളൊക്കെ ഉണ്ടാവും. സാക്ഷിക്ക് വല്ല ബേജാറൊന്നും ഉണ്ടാവില്ല. പക്ഷേ സാക്ഷിയായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞു ഖുർആനിന്റെ ആയത്ത് കേട്ടിട്ട്. നാളെ അവിടെ നിൽക്കേണ്ട കാര്യം ആലോചിച്ചിട്ട്. അവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അള്ളാഹിന്റെ മുന്നിൽ നിൽക്കേണ്ടവരാണെന്ന് വ്യക്തമായ ബോധ്യം നമുക്കുണ്ട്. പക്ഷേ ഈ റമദാനിലെങ്കിലും ഹറാമുകൾ ഒഴിവാക്കിയിട്ടുണ്ട്. ഈ റമദാനിലെങ്കിലും നന്മകളിലേക്ക് മുന്നേറാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഈ കഴിഞ്ഞുപോയ ദിവസങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 2 ദിവസം, ഇന്നലെയും ഇന്നും മാത്രം നോക്കിയിട്ട് എത്ര ജമാഅത്ത് കിട്ടിയിട്ടുണ്ട്? എവിടെ എത്തിയിട്ടുണ്ട് നമ്മൾ ഖുർആൻ പാരായണം?
അവിടെയാണ് പ്രിയപ്പെട്ടവരെ നമുക്കൊക്കെ പലപ്പോഴും ഈ ഖുർആൻ എന്നുള്ളത് നമ്മുടെ മുൻഗാമികൾ ജീവിതത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് മാറ്റം വരുന്നില്ല എന്നതിന്റെ ഏറ്റവും വലിയ കാര്യമാണ് അഞ്ചാമത്തെ വിഷയം. അവര് ഖുർആനിന്റെ അർത്ഥവും ആശയവും ഒക്കെ മനസ്സിലാക്കിയിട്ടേ ജീവിച്ചത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ അർത്ഥവോ ആശയമോ ഒന്നും നമുക്കറിയില്ല. ഈ പറഞ്ഞതിന്റെ അർത്ഥം ഖുർആൻ അർത്ഥം അറിയാതെ ഓതിയാൽ പ്രതിഫലമുണ്ട് ഇല്ല എന്നുള്ള വിഷയങ്ങളല്ല, എല്ലാത്തിനും പ്രതിഫലമുണ്ട്. ഒരാൾ അർത്ഥം അറിയാതെ തന്നെ ഓതിയാലും പ്രതിഫലമുണ്ട്. പക്ഷേ ഒരാളുടെ ജീവിതത്തിലേക്ക് മാറ്റം ഉണ്ടാവണമെങ്കിൽ പ്രിയപ്പെട്ടവരെ ഖുർആനിന്റെ അർത്ഥത്തിലൂടെ തന്നെ പോകും. എത്ര വലിയ തോന്നിവാസിയുടെ ജീവിതമാകട്ടെ മാറ്റം ഉണ്ടായിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് ഫുളൈൽ ബിൻ ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹി. വലിയ പണ്ഡിതനാണ്, പക്ഷേ ചരിത്രത്തിൽ അദ്ദേഹത്തെ അറിയപ്പെട്ടത് മരുഭൂമിയിലെ ചെന്നായ എന്നാണ്. മരുഭൂമിയിലെ ചെന്നായ വെറുതെ കിട്ടിയതല്ല പേര്. അത്രയും മോശപ്പെട്ട കൊള്ളക്കാരനായിരുന്നു ഫുളൈൽ ബിൻ ഇയാദ്. ദിവസവും ഒരു സ്ത്രീയുമായി വ്യഭിചാരത്തിൽ ഏർപ്പെടാതെ ഫുളൈലിന് ഉറക്കം വരുകയായിരുന്നു. അങ്ങനെയുള്ള ഫുളൈൽ ഒരു ദിവസം ഒരു പെണ്ണിനെ അന്വേഷിച്ച് നടക്കണം. ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട കാര്യം. എവിടുന്നും ഒരു പെണ്ണിനെ കിട്ടാനില്ല. അങ്ങനെ ആലോചിച്ച് നോക്കുമ്പോഴാണ് തന്റെ അയൽവാസിയുണ്ട്, ഒരു പ്രായമായ സ്ത്രീയാണെങ്കിലും അവളും പെണ്ണെന്നെയാണ്. അങ്ങനെ ആ സ്ത്രീയുടെ വീട്ടിലേക്ക് ശബ്ദമുണ്ടാക്കാതെ ചെല്ലുമ്പോൾ ആ സ്ത്രീ ഓതുന്ന ഖുർആനിന്റെ ആയത്തും ഫുളൈലിനെ മാറ്റി. ആ സ്ത്രീ ഖുർആനിന്റെ ആയത്തോടെ സൂറത്തുൽ ഹദീദിലെ 16-ാമത്തെ ആയത്ത്, അലം യഅനി ലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് വിശ്വാസികൾക്ക് അവരുടെ ഹൃദയങ്ങൾ മാറ്റം വരുത്താനായിട്ടില്ലേ? ഖുർആനിന്റെ ചോദ്യം. അതിന്റെ ബാക്കി ഭാഗങ്ങളുണ്ട്, നരകത്തെ കുറിച്ച് പറയുന്ന ഭാഗമുണ്ട്. ഇതവന്റെ കേട്ടതും ഫുളൈൽ ബിൻ ഇയാദ് അവിടെ ഓടുകയാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ സദസ്സിലേക്ക്. എന്നിട്ട് അവിടെ നിന്ന് പഠിക്കാൻ തുടങ്ങി. ഇസ്ലാമിക ചരിത്രത്തിൽ ഉന്നതനായ ഒരു പണ്ഡിതനായ ഫുളൈൽ ബിൻ ഇയാദ് മാറി. ഖുർആനിന്റെ ആയത്ത മാറ്റം വരുത്തുന്നു. നേരത്തെ സൂചിപ്പിച്ചവേ ഉമർ റളിയല്ലാഹുവിന് മാറ്റം വന്നത് ഖുർആനിന്റെ ആയത്ത. പക്ഷെ അവരൊക്കെ ഖുർആനിന്റെ അർത്ഥമറിഞ്ഞ് അതിന്റെ ആശയം ഉൾക്കൊണ്ട് തന്നെയാണ് ജീവിച്ചിരുന്നത്. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഖുർആൻ എന്ന് പറഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേവലം ഒരു പുസ്തകമായി കൊണ്ടല്ല, മറിച്ച് ഇത് അല്ലാഹു അവതരിപ്പിച്ചതാണ്, അല്ലാഹുവിന്റെ കലാമാണ്. ആ ബോധ്യപ്പെടൽ ഉണ്ടാകുമ്പോൾ നമുക്ക് ഓതാനും സമയം ഉണ്ടാകും, വായിക്കാനും സമയം ഉണ്ടാകും, കേൾക്കാനും സമയം ഉണ്ടാകും. അതനുസരിച്ച് ജീവിക്കാനും നമ്മൾ സന്നദ്ധ. ഞാൻ അവാചകം വെറുതെ പറയുന്നതല്ല. നമ്മുടെ മുൻഗാമികളുടെ ജീവിതത്തിൽ പല പ്രതിസന്ധികൾ ഉണ്ടാകുന്ന സമയത്ത് അവരിങ്ങനെ ഖുർആനിലേക്കാണ് മടങ്ങുക. അവർ എന്റെ അഭിപ്രായങ്ങളാണ്, എനിക്കിങ്ങനെയാണ് തോന്നുന്നത് എന്ന വാക്കൊന്നുമില്ല. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് തമീം ഗോത്രത്തിൽ നിന്ന് ഏതാനും ചില ആളുകൾ വന്നു. അവരുടെ അടുക്കൽ അവർക്കൊരു ഗവർണറെ നിശ്ചയിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ഒരു നേതാവിനെ നിശ്ചയിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കുമ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നാ ഇന്ന ആളെ പറഞ്ഞേക്കാം. ഒരു സ്വഹാബിന്റെ പേര് അബൂബക്കർ റളിയല്ലാഹു അൻഹു. ഉടനെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അയാളല്ല മറ്റാളെ. അബൂബക്കർ ഒരാളുടെ പേര് പറയുന്നു, ഉമർ റളിയല്ലാഹു അൻഹു മറ്റൊരാളുടെ പേര് പറയുന്നു. രണ്ടുപേരും തമ്മിൽ തർക്കമായി. അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇടപെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് മിണ്ടാതിരിക്കാൻ വേണ്ടി പറഞ്ഞു. പക്ഷേ തർക്കത്തിന്റെ ഗൗരവം കാരണത്താൽ ശബ്ദ കോലാഹലം വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കാരും കേട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിണ്ടാതെ വരുന്നു. ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞു അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് വഹ്യുമായിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം വന്നു. പിന്നീട് ഖുർആനിലെ ആയത്ത്, ആ ആയത്ത് സ്വഹാബത്തിന് മാറ്റിയത് എങ്ങനെയെന്നല്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹു പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ ഒന്നും വർത്താനം പറയാത്തൊരവസ്ഥ. ഉമർ റളിയല്ലാഹു അൻഹു ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് പ്രവാചകന് പ്രയാസമാകുമോ എന്ന് വിചാരിച്ചുകൊണ്ട് ഒരു പക്ഷേ തൊട്ടടുത്ത് പോയിട്ട് സംസാരിക്കുന്ന അവസ്ഥ. ഏതാണ് ആയത്ത്? യാ അയ്യുഹല്ലദീന ആമനൂ ലാ തർഫഉ അസ്വാതകും ഫൗക സൗതിൻ നബിയ്യ. അല്ലയോ സത്യവിശ്വാസികളെ, പ്രവാചകന്റെ സദസ്സിൽ വെച്ചുകൊണ്ട് പ്രവാചകനേക്കാൾ ശബ്ദമുയർത്തിക്കൊണ്ട് നിങ്ങൾ സംസാരിക്കുകയാണോ? ഈ ആയത്തിന്റെ വാക്യം എന്താണെന്നറിയോ? അങ്ങനെ ഒരാൾ നിർവഹിക്കുകയാണെങ്കിൽ അവന്റെ കർമ്മങ്ങളൊക്കെ നിഷ്ഫലമാകും. അബൂബക്കറിനും ഉമറിനും റളിയല്ലാഹു അൻഹുമാ ഈ മാറ്റമാണ് ഉണ്ടാക്കിയതെങ്കിൽ ഈ ഒരൊറ്റ ആയത്ത് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സ് ബഹിഷ്കരിച്ചു. സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു അത് പ്രവാചകനോട് വിരോധമുള്ളത് കൊണ്ടല്ലായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്വേഷിച്ചു, സാബിത്ത് ബിൻ ഖൈസിനെ കാണാനില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട് ഒരു സ്വഹാബി ചെന്നു. സാബിത്ത് റളിയല്ലാഹു അൻഹു മുഖം പൊത്തി കരയുന്നു.
നബിന്റെ സദസ്സാണ് മിസ്സായിക്കൊണ്ടിരിക്കുന്നത്. നബിന്റെ സദസ്സിലേക്ക് എത്താൻ കഴിയുന്നില്ല. അദ്ദേഹം അതിന് കാരണം പറഞ്ഞത് എന്താണെന്നറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ ശബ്ദം പ്രകൃതിയായിരിക്കുന്നുണ്ട്. ഒരു വ്യക്തി എന്നതിലേക്ക് അദ്ദേഹത്തിന്റെ ശബ്ദം കുറച്ച് ഉയർന്നിട്ട് വന്നു. എപ്പോ വർത്താനം പറയും ശബ്ദം ഉയർത്തിയിട്ട് സംസാരിക്കും. ഇനി ഞാൻ അങ്ങോട്ട് വരികയാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറയുമ്പോൾ അതിനേക്കാൾ ശബ്ദം ഉയർത്തി എന്റെ സംസാരം വന്നാൽ എന്റെ എല്ലാ കർമ്മവും നഷ്ടപ്പെടുകയും അത് ആലോചിച്ചിട്ട് ഞാൻ കഴിയണത്. അത് ആലോചിച്ചിട്ട് എനിക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സദസ്സിലേക്ക് വരാതിരിക്കാൻ കഴിയും. ഇത് പറഞ്ഞിട്ട് അദ്ദേഹം കരഞ്ഞു എന്ന് ആ സ്വഹാബി വന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇദ്ഹബ് ഇലൈ ഫഖുൽ ലഹു, നിങ്ങൾ അദ്ദേഹത്തിന്റെ അടുക്കൽ ചെല്ലുക, എന്നിട്ട് അദ്ദേഹത്തോട് പറയാ, ലസ്ത മിൻ അഹ്ലിൻ നാർ, നിങ്ങൾ നരകത്തിന്റെ ആളെന്നല്ല, നിങ്ങൾ ധൈര്യത്തിൽ പോകും. ഖുർആനിന്റെ ആയത്ത് കേൾക്കുമ്പോൾ അത് മറ്റോരെ കുറിച്ചാണ് പറയുന്നത്, അത് ഇവരെ കുറിച്ചാണ് പറയുന്നത്, അത് ഇന്ന ആൾക്കുള്ളത് തന്നെയാണ്, അല്ല അത് എനിക്കുള്ളത്, എന്നെ കുറിച്ചാണ് പറയുന്നത്. ആ പേടിയാണ് അവർക്ക് ഉണ്ടായത്. പ്രിയപ്പെട്ടവരെ, ഈ തരത്തിൽ അവർക്കൊക്കെ മാറ്റം വന്നത് ഖുർആനിനെ അവരുടെ മുന്നിൽ വെച്ചു. അവർ പഠിക്കാൻ സന്നദ്ധമായി, കേൾക്കാൻ സന്നദ്ധനായി, അതിനുവേണ്ടി സമയം ചെലവഴിച്ചു. എങ്കിൽ പ്രിയപ്പെട്ടവരെ, ആ രൂപത്തിൽ ഖുർആനിന്റെ ആളുകളാവാൻ ഞാനും നിങ്ങൾ പരിശ്രമിക്കുക. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സദ്വിശ്വാസികളെ, അള്ളാഹുവിന്റെ വിവരങ്ങൾ അനുസരിച്ചുകൊണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യ പിൻപറ്റിക്കൊണ്ടും ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നോടൊന്ന് പറയുമ്പോൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുക. വിശുദ്ധ ഖുർആൻ പഠനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും നമ്മുടെ മുൻഗാമികൾ റമദാനിനെ ഖുർആനിലൂടെ എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തിയത് എന്നതിനെ കുറിച്ചുമാണ് ചുരുങ്ങിയ വാക്കുകളിലൂടെ പറഞ്ഞത്. ഇതെല്ലാം വിശദീകരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പല ആളുകൾക്കും പറയാനുണ്ടാവാം, എൻ്റെ ഈ ജോലി തിരക്ക് കാരണത്താൽ, എൻ്റെ ഈ ഒരു കുടുംബ പ്രശ്നങ്ങൾ കാരണത്താൽ, എൻ്റെ അവസ്ഥ കാരണത്താലാണ് എനിക്ക് ഓതാൻ കഴിയാത്തത്. എനിക്ക് ഇന്ന പ്രശ്നങ്ങളിലൂടെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു ദുന്യവിയായ പ്രശ്നത്തിൽ നിങ്ങൾ കുടുങ്ങി നിൽക്കുന്നുണ്ടോ എന്ന പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങളുടെ വീട്ടിലും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വിശാലത തരും. ആർക്കാണ് ആ വിശാലത? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണുവാൻ സാധിക്കുന്നു, ഇന്നൽ ബൈത ലയത്തസിഉ അലാ അഹ്ലി, ഒരു വീട് അതിന്റെ ആളുകൾക്ക് വിശാലമായി കൊണ്ടിരിക്കും. വതഹ്ദുറുൽ മലായിക, മലക്കുകൾ അവിടെ സന്നിഹിതരാകും. വതഹ്ജുറു ശയാത്തീൻ, ശൈത്താൻമാർ ആ വീട്ടിൽ നിന്ന് പോകുകയും ചെയ്യും. വയക്തുറു ഖൈറുഹു അൻ യുഖറഅ ഫീൽ ഖുർആൻ, ഏത് വീട്ടിലാണോ ഖുർആൻ പാരായണം ചെയ്യപ്പെടുന്നത് ആ വീട്ടിലാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുക. എന്നിട്ട് ഇതിന്റെ ബാക്കി കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരു വീട് ഇടുങ്ങിയതായിട്ട് മാറും. അവന്റെ എല്ലാത്തിലും ഒരു പ്രയാസം, എല്ലാത്തിലും ഒരു ബുദ്ധിമുട്ട്. മലക്കുകൾ അവിടെ ഉണ്ടാവില്ല, ശൈത്താൻമാർ ആ വീട്ടിലുണ്ടാവും. എല്ലാത്തിലും പ്രയാസങ്ങളുണ്ട്. അതിന്റെ കാരണം പറയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ വീട്ടിൽ ഖുർആൻ പാരായണം ഉണ്ടാവും, ആ വീട്ടിൽ ഖുർആൻ പാരായണം ഉണ്ടാവും. പ്രിയപ്പെട്ടവരെ, ഈ കേൾക്കുന്ന നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട വിഷയം, നമ്മുടെ ജീവിതത്തിൽ ഒരു വിശാലത കിട്ടണമെന്ന്, നമ്മുടെ കുടുംബ ജീവിതത്തിൽ, നമ്മുടെ ജോലി സംബന്ധമായി, നമ്മുടെ സാമ്പത്തിക വിഷയത്തിൽ എല്ലാത്തിലുള്ള വിശാലത അല്ലാഹു പറയാണ് വിശുദ്ധ ഖുർആനിലൂടെ, വമൻ അഅറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ദൻക. അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ പറയും, എന്റെ ഉത്ബോധനത്തെ വിട്ട് ആരാണോ മാറി നിൽക്കുന്നത് അവർക്ക് ഇടുങ്ങിയ ഒരു ജീവിതം ഞാൻ കൊടുക്കുക. അള്ളാഹിന്റെ ഉത്ബോധനം ദിക്റെന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ കലാമ്, ആ കലാമ് പാരായണം ചെയ്യാം, ഖുർആൻ ഓതാൻ നമുക്ക് സമയമില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ ഇടുങ്ങിയ ഒരു ജീവിതം ഖുർആനിലെന്ന് പറയണത്. എങ്കിൽ നമ്മൾ റെഡിയാവണം. നമ്മുടെ മുൻഗാമികൾ സന്നദ്ധമായതുപോലെ നമ്മളും സന്നദ്ധമാകും. നമ്മുടെ മുന്നിൽ ഇനിയും ദിവസങ്ങളുണ്ട്. 600 പേജാണ് പ്രിയപ്പെട്ടവർ ഖുർആനിൽ. 600 പേജ് അല്ലെങ്കിൽ 602 പേജ്. നമ്മുടെ മുന്നിൽ 30 ദിവസങ്ങളുണ്ട്. ഇനി 29 ദിവസങ്ങൾ. ഓരോ ദിവസവും 20 ചില്ലാനം പേജുകൾ ഓതിയുണ്ട്. ഇനി അത് ഓതുക എന്നുള്ളത് വലിയൊരു പ്രയാസമല്ല. 5 വക്ത് നിസ്കരിക്കാത്ത ഒരാൾ ഇതിലുണ്ടാവും. ഓരോ വക്തിന്റെ സമയത്ത് മുമ്പ് ഒരു 2 പേജ് അല്ലെങ്കിൽ 3 പേജ്, അതിനുശേഷം ഒരു 2 പേജ്. ഇനി അത് ഓതാൻ എത്ര സമയം വേണ്ടി? ഒരു പേജ് ഓതാൻ മാക്സിമം ഒരു 5 മിനിറ്റല്ലേ വേണ്ടി? മാക്സിമം 5 മിനിറ്റ്. എത്ര പ്രയാസപ്പെട്ടു ഓതാണെങ്കിലും. ഇനി അങ്ങനെ തോന്നാണോ ഞാൻ ഇങ്ങനെ പ്രയാസപ്പെട്ടു പോകുമ്പോ എനിക്ക് പ്രതിഫലം കുറയുമോ എന്നാണെങ്കിൽ റസൂലുള്ളാഹി
സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരാൾ ഖുർആൻ പാരായണം ചെയ്യുന്നു, യതതഅതഉ ഫീഹി. ആ പ്രയോഗം നോക്കൂ, ഒരാൾക്ക് ഒരു ഒഴിവില്ലാതെ തെളിവാണ്. അവൻ അങ്ങേയറ്റത്തെ പ്രയാസത്തോടുകൂടി ഓതുന്നത്. അത് പാരായണം ചെയ്യുന്ന സമയത്ത് അവനിങ്ങനെ വിക്കിയിട്ടാ ഓതുന്നത്. ലഹു അജ്റാൻ, അയാൾക്ക് രണ്ട് പ്രതിഫലമുണ്ട്. ഒന്ന്, അയാൾ ഖുർആൻ ഓതിയതിന്റെ പ്രതിഫലം. രണ്ട്, അയാൾ പ്രയാസപ്പെട്ടതിന്റെ പ്രതിഫലം. എന്നാൽ നല്ല ഖുർആൻ ഓതാൻ കഴിയുന്ന ഒരാളാണെങ്കിലോ അൽമാഹിറു ബിൽ ഖുർആൻ കകിറാമിൽ ബററ. ഖുർആനിൽ നിപുണൻ എന്ന് പറഞ്ഞാൽ, നല്ല ഉഷാറായിട്ട് ഖുർആൻ ഓതാൻ കഴിയുക എന്ന് പറഞ്ഞാൽ കകിറാമിൽ ബററ, പുണ്യവാന്മാരായ മലക്കുകളുടെ സ്ഥാനം ഒരുക്കുന്നുണ്ട്. നമ്മുടെ മുന്നിൽ കിട്ടിയിരിക്കണം നമുക്കുള്ള സ്വർഗവും നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾക്കുള്ള പരിഹാരവും ഒക്കെ പ്രിയപ്പെട്ടവരെ ഖുർആൻ. ഇനി നമ്മൾ പരിശോധിക്കുക, നമ്മൾ സ്വയം വിലയിരുത്തുക, നമ്മൾ എന്താ ഓതി തീർക്കണം, എന്താ നമ്മൾ അള്ളാഹിനോട് പറയാനും കൂടി നമ്മൾ അറിയിക്കുക. ഇവിടുന്ന് നമ്മൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ട് വർത്താനം പറയുമ്പോൾ എനിക്ക് ഇന്ന പ്രശ്നമാണ്, മനുഷ്യരെന്ന നിലക്ക് ഒരു പക്ഷേ ഞാൻ പറയാം ശരി, പക്ഷെ അള്ളാഹിന്റെ മുന്നിൽ പറയാൻ പറ്റും. നമ്മളിപ്പോൾ പറയുന്ന കാര്യം ഖുർആൻ ഓതാതിരിക്കാൻ നമ്മൾ പറയുന്ന ഏത് കാരണമാകട്ടെ, അത് അള്ളാഹിന്റെ മുന്നിൽ പറയാൻ പറ്റും. ഞാൻ നല്ല തിരക്കാം, എനിക്ക് ഭയങ്കര ജോലി തിരക്കാം. അള്ളാഹ് ചോദിക്കുന്ന ചോദ്യം തരും, നിന്നെന്തിനാ ഞാൻ പറഞ്ഞയച്ചത്? നിന്റെ ഈ ജോലിന്റെ കാര്യത്തിന് വേണ്ടി പറഞ്ഞയച്ചതാ? അതിനെന്താ മറുപടി? നിന്റെ കുടുംബമാണ്, കുട്ടികളാണ്. ശരി, ഈ കുടുംബം കുട്ടികളുള്ളവരൊന്നും കൂടാൻ പറ്റുന്നില്ല, നമ്മളതിന് മനസ്സ് കൊടുക്കണമെന്ന് പറഞ്ഞത്. ഇപ്പോഴവരാരെയും കുറ്റപ്പെടുത്താൻ വേണ്ടിയല്ല. നമുക്ക് കിട്ടുന്ന അവസരം ഈ റമദാൻ കഴിഞ്ഞാൽ, ഇത് ഒന്ന് കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസമായി, അതിന്റെ പകുതിയായി. ഇനി അടുത്ത ആഴ്ച എന്ന് പറയുമ്പോഴേക്ക് ഒരു 10ന്റെ അടുത്തായി. അതിങ്ങനെ കഴിഞ്ഞു പോകണ്ട എങ്കിൽ ഈ റമദാനിന്റെ ദിവസങ്ങൾ നഷ്ടപ്പെടുന്നതിന് മുമ്പ് കഴിവിന്റെ പരമാവധി ഖുർആൻ പാരായണം എന്നുള്ളത് നമ്മുടെ ഒരു അജണ്ടയാക്കി മാറ്റി മറ്റുള്ള കാര്യങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഖുർആനിലേക്ക് മടങ്ങാൻ ഞാൻ നമ്മൾ പരിശ്രമിക്കുക. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. എല്ലാ അർത്ഥത്തിലും നന്മകൾ ചെയ്ത് ജീവിക്കുന്ന ആളുകളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഒരുപാട് ആളുകൾ പ്രാർത്ഥന കൊണ്ട് വസിയത്ത് നൽകിയിട്ടുണ്ട്. എല്ലാവരുടെയും പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ഈ റമദാൻ ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്താനുള്ള തൗഫീഖ് അല്ലാഹു നമുക്കെല്ലാം നൽകുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ ഒരു തവണയെങ്കിലും ജീവിതത്തിൽ ഓതി തീർക്കുന്ന ആളുകൾ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. നാളെ പരലോകത്ത് ഖുർആൻ ശുപാർശ പറയുന്ന ആളുകൾ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. امين امين برحمتك يا ارحم الراحمين والحمد لله رب العالمين. അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി ആപ്പ് നിങ്ങളിലേക്ക്. വായനയുടെ വിസ്മയ ലോകം ഇനി താങ്കളുടെ മൊബൈൽ ഫോണിൽ ലഭ്യം. ജമീൽ ഓൺലൈൻ ലൈബ്രറി മൊബൈൽ ആപ്ലിക്കേഷനിലെ പ്രത്യേകം തയ്യാറാക്കിയ ഡോക്യുമെന്റ് സെക്ഷൻ താങ്കളുടെ ഒഴിവ് സമയങ്ങളെ ഏറെ വിജ്ഞാനപ്രദമാക്കും. വിവിധ വിഷയങ്ങളിലുള്ള പുസ്തകങ്ങൾ, ലഘുലേഖകൾ, വീഡിയോ തുടങ്ങി വായനയ്ക്ക് മാറ്റുകൂട്ടുന്ന അനേക വിഭവങ്ങളുമായി ജമീൽ ആപ്പ്. വായനയ്ക്ക് പുറമെ ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ജമീൽ ആപ്പിൽ പ്രത്യേക സംവിധാനം. വേഗമാകട്ടെ. ജമീൽ ആപ്പ് ആൻഡ്രോയിഡ് മൊബൈലുകളിൽ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ മൊബൈലുകളിൽ ആപ്പ് സ്റ്റോറിൽ നിന്നും സൗജന്യമായി ഡൗൺലോഡ് ചെയ്യാം. ഇനി ജമീൽ നിങ്ങളുടെ ജീവിതത്തിലും ആത്മമിത്രമാകട്ടെ. ജമീൽ ദ സോൾമേറ്റ്. Peace Radio. Tune to reality.